80കളിലായിരുന്നു ഇംഗ്ലണ്ട് പ്രധാനമായും ഗ്രൂമിംഗ് ജിഹാദ് എന്ന ക്യാൻസറിന്റെ പിടിയിൽ അകപ്പെട്ടിരുന്നത്. എന്നാൽ വിശാല ചിന്താഗതിക്കാരും അതുപോലെ സ്വതന്ത്ര ബോധമുള്ളവരുമായ ബ്രിട്ടീഷുകാർക്ക് ജിഹാദികൾ തങ്ങളോട് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ 4 പതിറ്റാണ്ടുകളാണ് വേണ്ടിവന്നത്. ഗ്രൂമിംഗ് അല്ല, കില്ലിംഗ് ആൻഡ് റേപ്പിംഗ് ആണ് ഇവിടെ കൂടുതലും നടക്കുന്നതെന്ന് വിളിച്ചു പറയാൻ ഒരു ഇലോൺ മസ്ക് മാത്രമേ ലോകത്തൊന്നും ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. അഭയാർത്ഥികളായിട്ടും അതുപോലെ മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ടും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയവരിൽ പാകിസ്ഥാനികൾ നിരവധിയാണ്. എന്നാൽ ഈ ഗ്രൂമിംഗ് ജിഹാദിൽ പിടിക്കപ്പെടുന്നവർ അത്രയും ഈ പാക് വംശജർ തന്നെയാണ്. UK-യിലെ പ്രത്യേക സാഹചര്യത്തിൽ തകർന്ന കുടുംബ ബന്ധങ്ങളുടെ ബാക്കിയാകാൻ വിധിക്കപ്പെട്ട പ്രായപൂർത്തിയാക്കാത്ത വെള്ളക്കാരായ പെൺകുട്ടികളെയാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് UK-യിലെ പാക് ബലാത്സംഗ സംഘടനകളുടെ ഇരകൾ 1 ദശലക്ഷത്തോളം വരുന്ന പ്രായപൂർത്തിയാകാത്ത ഇംഗ്ലീഷ് പെൺകുട്ടികളാണെന്നാണ്. ദുർബലരായ വെളുത്ത ഇംഗ്ലീഷ് പെൺകുട്ടികളെയാണ് പാക് ക്രിമിനലുകൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. കൊള്ളക്കാരായ ഇംഗ്ലീഷുകാരെ കാണുന്നത് ഈസി മീറ്റ് ആയിട്ടെന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ജാക്ക് സ്ട്രോ MP നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ഇത് വലിയ പ്രതികരണങ്ങൾക്കാണ് ശരിക്കും ഇടയാക്കിയതും. ഇംഗ്ലണ്ടിൽ ഭൂരിപക്ഷമായി വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ജനസമൂഹം ഇതിനെ വംശീയ കാർഡ് ഇറക്കി പ്രതിരോധിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് അവ പാകിസ്ഥാനിൽ നിന്നുള്ളവരായതിനാൽ വംശീയവാദികളായി മുദ്രകുത്തപ്പെടുമെന്ന അധികാരികളുടെ ഭയത്തെ അവർ നല്ല രീതിയിൽ മുതലെടുക്കുകയായിരുന്നു. അതിനാൽ ഇംഗ്ലണ്ട് മൗനം ഭജിച്ചു എന്ന് പറയാം. UK-യിലെ 7 മുസ്ലിം പുരുഷന്മാരിൽ ഒരാൾ വീതം ഇത്തരം മുസ്ലിം ക്രിമിനൽ സംഘടനകളിൽ ഉൾപ്പെട്ടവരെന്നാണ് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇത്തരം മുസ്ലിം ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികളോട് ലൈംഗിക ക്രൂരതകൾ കാട്ടിയതായി ഇന്നുവരെ രേഖകളൊന്നും നിലനിൽക്കുന്നില്ല. നിയമവ്യവസ്ഥയും പ്രോസിക്യൂഷനും നിലവിൽ ഉണ്ടായിരുന്നിട്ടും ബ്രിട്ടീഷ് അധികാരികൾ ഈ 4 പതിറ്റാണ്ടിനിടെ ഈ ക്രിമിനൽ പ്രവർത്തനം നിർത്താൻ വേണ്ടതൊന്നും ചെയ്തിട്ടില്ല എന്നതാണ് UK-യിലെ ശക്തമായ സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തത്. 8ഉം 9ഉം വയസ്സുള്ള വെള്ളക്കാരായ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ പെടുത്താൻ ഈ പാക് ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ കൗമാരക്കാരായ ആൺകുട്ടികളെ ഉപയോഗിക്കുന്നതും യഥാർത്ഥത്തിൽ പതിവായ സംഭവമാണ്. ഇവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയും അതുപോലെ മതപഠനശാലകളിലൂടെയും നടക്കുന്ന ഈ ആസൂത്രിതമായ പ്രണയക്കെണി UK-യിലെ സ്കൂളുകൾക്ക് ചുറ്റുമായി അവർ വ്യാപിപ്പിക്കുകയാണ്. ആദ്യം സമ്മാനങ്ങൾ നൽകും, പിന്നീട് നൽകുന്നത് മയക്കുമരുന്നായിരിക്കും. ഇവയെല്ലാം നൽകി ആസക്തി ഉള്ളവരാക്കി വളർത്തുകയാണ് ഈ പെൺകുട്ടികളെ യഥാർത്ഥത്തിൽ. തുടർന്ന് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി കൂട്ട ബലാത്സംഗം ചെയ്യും. ഓടിപ്പോകാൻ ശ്രമിക്കുന്നവർക്ക് ക്രൂരമായ മരണമായിരിക്കും ശിക്ഷയായി വിധിക്കുക. അതിക്രൂരമായ ലൈംഗിക ദുരുപയോഗ വാർത്തകളാണ് ഇംഗ്ലണ്ടിൽ നിന്നും ഇപ്പോൾ പ്രധാനമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രൂമിംഗ് സംഘങ്ങൾ തങ്ങളുടെ ഇരകളെ കത്തി ഉപയോഗിച്ചും കുപ്പിച്ചില്ലുകൾ ഉപയോഗിച്ചും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചില പെൺകുട്ടികളുടെ നാവിൽ കടുത്ത പോറലും ഏൽപ്പിക്കും. ഓരോ വെള്ളിയാഴ്ചകളിലും ഈ കുട്ടികളെ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരികയും വാരാന്ത്യങ്ങളിൽ നൂറുകണക്കിന് പുരുഷന്മാരാൽ ബലാത്സംഗം ചെയ്യുകയുമാണ്. ചോരയൊലിപ്പിച്ച ശരീരവുമായി തിങ്കളാഴ്ചകളിൽ ഈ പെൺകുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിയെത്തും. എന്നാൽ ഈ കുട്ടികൾക്ക് തങ്ങളുടെ വീടുകളിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുകയുമില്ല. ക്രിസ്ത്യൻ എന്ന വ്യക്തിയായിരുന്നു തന്റെ പേരക്കുട്ടി ഇത്തരം കൊടും ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെട്ട വിവരം ഒരു ചാനലിനോട് പറഞ്ഞിരുന്നത്. പരാതിക്ക് മുതിർന്നാൽ രക്ഷിതാക്കളുടെ തെറ്റാണ് കുട്ടികൾ വഴിതെറ്റിയതിന് കാരണമെന്ന് പറയും. നിലവിൽ ബ്രിട്ടനിൽ 9നും 14നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളിൽ വലിയൊരു പങ്കും ഒന്നിലധികം പുരുഷന്മാരുടെ ലൈംഗിക ചൂഷണത്തിനും ക്രൂരതകൾക്കും ഇരയായതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്.